മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തുവാണെങ്കിൽ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം വാമദേവനെ കാണണമെന്ന് പറഞ്ഞു വിളിക്കുകയാണ്. അയാളാണെങ്കിൽ എന്താണ് അനന്ത് വിളിച്ചത് എന്നറിയാൻ ആകാംക്ഷയോട് കൂടിയിട്ട് ഓടിയെത്തുന്നുണ്ട്. എന്താ മോനെ, എന്തിനാ നീ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് അമ്മാവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ണന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് മോനെ. അതിനെക്കുറിച്ച് ഞാനും കരുണയും സംസാരിച്ചതേ ഉള്ളൂ. അല്ല, എന്താ സത്യത്തിൽ സംഭവിച്ചത്? ആ പ്രതാപനെങ്ങാനും അവനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മഹിയുമായിട്ട് കണ്ണൻ ഇപ്പോ സംസാരിക്കുന്നില്ല. എന്ത്, മഹാലക്ഷ്മിയുമായിട്ടോ? അതെ, മഹാലക്ഷ്മിയോട് ദേഷ്യത്തിലാണ്. കാരണം സത്യങ്ങളെല്ലാം മറച്ചു വെച്ചതിൽ. അവളോട് മാത്രമല്ല, ഞങ്ങളോടും. അതൊക്കെ താൽക്കാലികമാണ്. കാരണം കണ്ണൻ ഒരിക്കലും മഹാലക്ഷ്മി വിട്ടുകളയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അത് വലിയ കാര്യമാക്കുന്നില്ല. പക്ഷെ പ്രതാപനാണ് കണ്ണന്റെ അച്ഛനെ കൊന്നെന്നുള്ള സത്യം അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതാപനെ അവൻ ഒരുപക്ഷെ ക്ഷമിച്ചു വിട്ടേക്കും. പക്ഷെ നോർമലായിട്ട് വരുന്ന പ്രതാപൻ ജയിലിൽ കടന്ന് അഴി എണ്ണേണ്ടി വരും. അവന് കൊന്നു കളയുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ വാമദേവനോട് പറയുന്നു. എന്റെ പൊന്നു മോനെ, ആരാ ആ പ്രതാപൻ തന്നെയാണോ ഇതൊക്കെ അറിയിച്ചത്, അതോ ആ സാഗറാണോ എന്ന് ചോദിക്കുമ്പോൾ സാഗറിനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആള് തന്നെയാണ്. അവനെ സംശയിക്കൊന്നും വേണ്ട. പക്ഷേ ഫോണിൽ വിളിച്ചു പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കണ്ണൻ പക വീട്ടിയിരിക്കും. പിന്നെ അമ്മാവന് ഇതിലൊന്നും പങ്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അമ്മാവനെ കാണാൻ വരുന്നത് ഞാനായിരിക്കില്ല, മറിച്ച് മാർക്കോ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അനന്ത് പോകുന്നു. ഇതൊക്കെ കേട്ട് വാമദേവനാണെങ്കിൽ ആകെ വിറയ്ക്കുകയാണ്. എന്തായാലും വാമൻ ഇതെല്ലാം കേട്ടതിന് ശേഷം വേഗം തന്നെ സീമന്തിനിയെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. മാത്രമല്ല ഇനി ആ പ്രതാപൻ വായ തുറന്നാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുള്ളൂ. അല്ല, ഈ കരുണയുടെ മുത്തശ്ശിക്കും കരുണയ്ക്കൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ, അപ്പൊ പിന്നെ അവർക്ക് അയാൾ നല്ലൊരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടി, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഇതിന് പുറകെ ഞാനും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്താലേ ശരിയാവുള്ളൂ. ഇത് ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ട കാര്യമായതുകൊണ്ടാണ് ഇപ്പോ ഇത്രയും റിസ്ക് എടുക്കുന്നത്. അല്ലെങ്കിലേ ആ പ്രതാപനോടൊപ്പം ഞാനും ചെന്ന് കിടക്കേണ്ടി വരും. അങ്ങനെയെങ്കിലേ നമ്മുടെ മോളുടെ കാര്യത്തിനെ കാണാൻ തിരിഞ്ഞു നോക്കില്ല. അതുകൂടി ആയാൽ അറിയാലോ, അവളുടെ കാര്യം പിന്നെ ബുദ്ധിമുട്ടിലാവും. ആദ്യം ഞാൻ ഇവിടെ ഉണ്ടോന്ന് നോക്ക്, എന്നിട്ടല്ലേ മകളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് വാമദേവനാണെങ്കിൽ പ്രതാപനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടാൻ തന്നെ തീരുമാനിക്കും. അങ്ങനെ വാമൻ പറയുന്നുണ്ട്, ഇപ്പൊ സത്യങ്ങൾ കണ്ണൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആ കരുണയും ഉണ്ണിയും തമ്മിൽ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുകയാണ്. കരുണ പൊടിക്ക് ഒതുങ്ങിയിരിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇനി ആ ഉണ്ണി എങ്ങാനും അറിഞ്ഞ എന്നെ ജീവനോടെ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാമൻ വേഗം തന്നെ പ്രതാപന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഇതെന്താടാ, നീ എന്താ ഇപ്പോ ഇങ്ങോട്ട് ഈ രണ്ടുപേരെയും കൊണ്ടൊക്കെ വന്നിരിക്കുന്നത്? വാമനാണെങ്കിൽ പ്രതാപനെ കെട്ടിയെടുത്ത് കൊണ്ടുപോകാനുള്ള എല്ലാ ഒരുക്കത്തിലാണ് വന്നിരിക്കുന്നത്. അതെ അമ്മയുടെ മോനെ, ഇനി വായ തുറന്നാലേ അത് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? എന്റെ മോന്റെ നാവ് പിഴുതെടുക്കാൻ പോവാണെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോ അതൊന്നല്ല, ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. എല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരും, വയസ്സാം കാലത്ത് അമ്മയും. അങ്ങനെ മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാവും. കൊണ്ടുപോകണേയും കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അങ്ങനെ പ്രതാപനാണെങ്കിൽ വാമദേവനെ കണ്ട ഉടനെ ആ മാമ വന്നോ, മാമൻ എന്താ ഇത്രയും വൈകിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിരിക്കുന്നു. എടാ, നിന്റെ സൂക്കട് മാറിയിട്ടില്ലെന്നേ ഈ മാമാവിളിയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വായിൽ പ്ലാസ്റ്ററൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ചോദിക്കണം, എടാ എന്റെ മോനെ നീ എന്ത് ചെയ്യാ? അമ്മേ, അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എല്ലാ കേസുകളും പുറത്ത് വരാതിരിക്കണമെങ്കിലേ മിണ്ടാതിരിക്കണം. ഇതൊക്കെ കണ്ട് സഹിച്ചാൽ മതിയാകൂ. ഇവനെ ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറ്റി നിൽക്കുമ്പോൾ അവിടേക്ക് മോഹിനി വരുന്നുണ്ട്. അങ്ങനെ മോഹിനിയെ കാണുമ്പോൾ പ്രതാപം പറയുകയാണ്, മോഹിനി എന്നെ രക്ഷിക്കുന്നുള്ള രീതിക്ക് ആംഗ്യം കാണിക്കുകയാണ്. അതെ, നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഭർത്താവിനെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് വാമദേവൻ പറയുമ്പോൾ ഇവൾക്ക് എന്ത് വിഷമം, ഞാനും എന്റെ മോനെ നശിച്ചു പോണേന്ന് പ്രാർത്ഥിച്ചിട്ട് വരുന്ന വരവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ സങ്കടം പറയുന്നു. അങ്ങനെ നിങ്ങളൊക്കെ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. വാമനാണെങ്കിൽ പ്രതാപനുമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയോട് മോഹിനി ചോദിക്കുകയാണ്, അല്ല ഇപ്പൊ ഈ വന്നു പോയ ആളോട് പ്രതാപേട്ടന് ഭയങ്കര സ്നേഹമായിരുന്നു പണ്ട്, പക്ഷെ മാനസിക നില തെറ്റിയതിനു ശേഷം നല്ല ദേഷ്യവും. ഇതിന് പുറകിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്നിങ്ങനെ മോഹിനി ചോദിക്കുമ്പോ നീ വല്ലാതെ ചെകയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ്. എന്റെ അമ്മയെ കൊന്നതിനെ കുറിച്ചും എന്തൊക്കെയോ പ്രതാപേട്ടൻ പറയണ്ടായിരുന്നു. എന്റെ അമ്മ എങ്ങനെയാ മരിച്ചത്? ഇത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എടി, നീ എന്തീ പറഞ്ഞു വരുന്നത്? അതെ, എനിക്ക് അമ്മയെ ഡൗട്ട് ഉണ്ട്, അത് തന്നെയാ പറഞ്ഞു വരുന്നത്. സമനില തെറ്റിയ പ്രതാപേട്ടൻ പല സത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. അതിലെല്ലാം 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് മോഹിനിയാണെങ്കിൽ മുത്തശ്ശിക്ക് നേരെ
തിരിച്ചടിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുകയാണ്. ഈ സമയം ഉണ്ണി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അല്ല, കുറെ ദിവസമായല്ലോ അച്ഛന്റെ സമനില തെറ്റിയതിനു ശേഷം നീ ഓരോ ആലോചനയിലാണല്ലോ എപ്പോഴും. അല്ല, എനിക്കെന്താ ആലോചിക്കാൻ പാടില്ലേ എന്നിങ്ങനെ കരുണ ചോദിക്കുമ്പോ, അല്ല, പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ ഉണ്ണിയേട്ടന് എന്ത് വേണമെങ്കിലും പറഞ്ഞു വരുത്തി തീർത്തോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതല്ല കരുണേ, നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോയാലോ? ഓ, എന്റെ അച്ഛനെ പണ്ടൊന്നും കാണാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ എന്റെ അച്ഛന് ഭ്രാന്ത് പിടിച്ചപ്പോ നിങ്ങക്ക് എന്റെ അച്ഛനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോ, അല്ല, അന്ന് അയാൾ ഇവിടെ വന്നപ്പോ എല്ലാവരും ചേർന്ന് അയാൾ എന്തോ പറയാൻ ശ്രമിക്കുമ്പോ തടയാൻ അയാളുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചതുപോലെയാണ് തോന്നിയത്. അതുകൊണ്ട് എന്തോ അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. വേണ്ട, മുത്തശ്ശി വഴക്ക് പറയും. അങ്ങനെ ഇതൊക്കെ കേട്ട് കണ്ണൻ അങ്ങോട്ട് വരികയാണ്. കരുണയാണെങ്കിൽ ഉണ്ണിയെ വിടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ണൻ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, എന്തോ അയാൾ എന്തൊക്കെയോ സത്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്, കൂട്ടത്തിൽ മകളും. എന്തായാലും സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ പെട്ടെന്ന് കണ്ണനെ കാണുന്നുണ്ട്. കണ്ണന് മുഖം കൊടുക്കാതെ കരുണ പോകാൻ നിൽക്കുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, അല്ല, മരുമകനെ അമ്മായിച്ചൻ കണ്ട എന്താ പ്രശ്നം? എന്തെങ്കിലും സത്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ, അയ്യോ, എന്ത് സത്യം എന്ന് ചോദിച്ചുകൊണ്ട് കരുണയാണെങ്കിൽ നിന്ന് പരുങ്ങുകയാണ്. അല്ല, പല സത്യങ്ങളും പലരും മറച്ചു പിടിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ കരുണയും എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കണ്ണൻ വീണ്ടും കുത്തുന്നു. കരുണ ഒരു വിധത്തിൽ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ മഹിയെ കുറിച്ച് ചിന്തിച്ചിങ്ങനെ കിടക്കുകയാണ്. അതേസമയം മഹി രണ്ടാൾക്കും പരസ്പരം മിണ്ടാതിരിക്കുന്നതിൽ നല്ല വിഷമമുണ്ട്. പക്ഷേ കണ്ണനാണെങ്കിൽ വാശിയിലാണ്. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തെറ്റാണ് മഹിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതൊരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും കണ്ണനാണെങ്കിൽ മഹിയോട് സംസാരിക്കാതെയോ അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനെയോ മഹിയെയോ കാണാതിരിക്കാനോ കഴിയുന്നില്ല. അങ്ങനെ മഹി വീണ്ടും ഒന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കണ്ണൻ ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ്. സഹിക്കാനാവാതെ മഹിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മോഹിനിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. മഹിയുടെ മുഖവും മറ്റും കാണുമ്പോൾ മോഹിനി ചോദിക്കുകയാണ്, എന്താ മോളെ, എന്ത് പറ്റിയെന്ന്. അമ്മേ, നമ്മൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. കണ്ണേട്ടൻ എങ്ങനെയോ പ്രതാപനിൽ നിന്നും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അയ്യോ, മോൾ എന്തീ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. അതെ അമ്മേ, കണ്ണേട്ടൻ എല്ലാം തിരിച്ചറിഞ്ഞു. നമ്മള് ഇത്രയും നാൾ ടെൻഷൻ അടിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കതൊന്നല്ല അമ്മ വിഷമം. കണ്ണേട്ടൻ അതിനുശേഷം എന്നോടൊന്ന് സംസാരിക്കുന്നു പോലുമില്ല. ഞാൻ ഓഫീസിലേക്ക് പോയപ്പോഴും മുഖം തന്നില്ല. എന്നെ അവിടെ നിന്നും ആട്ടി ഇറക്കി വിട്ടു. എനിക്ക് എന്റെ കണ്ണേട്ടനെ വേണമേ. കണ്ണേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ കാരണം കൊണ്ട് കണ്ണേട്ടൻ എന്നോട് പിണങ്ങിയിരിക്കുകയാണ്. ഇനി എന്നെ വിട്ടു പോകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹിയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. മോഹിനിക്കാണെങ്കിൽ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയുന്നില്ല. അങ്ങനെ മോഹിനി പറയുന്നുണ്ട്, മോള് വിഷമിക്കാതിരിക്കുക, കണ്ണൻ ഒരിക്കലും മോളെ വിട്ട് ചിന്തിക്കില്ല. കണ്ണൻ സത്യങ്ങൾ തിരിച്ചറിയുന്ന സമയം മോളോട് ക്ഷമിക്കുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും വാമദേവനാവട്ടെ മറ്റൊരു കളി കളിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. സീമന്തിരിയോട് പറയണം, ഇപ്പോ കണ്ണനും ആ മഹാലക്ഷ്മിയും തൽക്കാലം അകന്നിരിക്കുക എന്നാണ് അനന്ത് പറഞ്ഞത്. അത് നമുക്കൊരു തുറുപ്പ് ചീട്ട് തന്നെയാണടി. കണ്ണന്റെ അടുത്തേക്ക് നമുക്ക് കൂടുതൽ അടുക്കാം. താൽക്കാലികമായിട്ടേ അവൻ മഹാലക്ഷ്മിയുമായിട്ട് അകലാൻ കഴിയുള്ളൂ. അത് എന്നേക്കുമായിട്ട് അങ്ങ് സ്ഥിരമാക്കിയാലോ? അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തും. അതുവഴി നമുക്ക് തന്നെ അടി ബെനിഫിറ്റ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീമന്തിനിയോട് വാമദേവൻ തന്റെ അടുത്ത പ്ലാൻ പറയുകയാണ്. എന്തായാലും മഹാലക്ഷ്മിയെ കാണാനായിട്ട് വാമദേവൻ വിളിപ്പിക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് അയാളെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.